ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു ഏഗൻ ലേണിംഗ്. നിങ്ങളുടെ ബ്രിഡ്ജ് മെറ്റീരിയലിലെ ഒരു ടോപ്പിക് ആയിരുന്നു ഡെസിമൽ ഫോംസ്, ദശാംശ രൂപങ്ങൾ. അപ്പോൾ ആ ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾക്ക് എക്സാമിന് ക്വസ്റ്റ്യൻ വരുന്നതാണ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത്. അതുകൊണ്ട് തന്നെ ആ സെക്ഷനിൽ എക്സാമിന് വരാൻ ചാൻസ് ഉള്ള കുറച്ച് ചോദ്യങ്ങൾ നമുക്ക് പരിചയപ്പെടാം. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ഈ ഭാഗത്ത് നിന്ന് സാധാരണ ചോദിക്കാറ്. അപ്പോൾ നമുക്കൊന്ന് പഠിച്ചാലോ. റൈറ്റ് ദ ഡെസിമൽ ഫോം ഓഫ് 3/4. ഒരു ഭിന്നസംഖ്യ ഇങ്ങനെ തരും എന്ന് നിങ്ങളോട് പറയും അതിന്റെ ദശാംശ രൂപം എഴുതാൻ. ഇത് 2 മാർക്കിന്റെ ചോദ്യമാണ്. ഇങ്ങനെ ഒരു AB ആയിട്ട് ഇങ്ങനെ ഉണ്ടാവും. എളുപ്പത്തിൽ എപ്പോഴും വരുന്ന ടൈപ്പാണ്. നമുക്ക് സിമ്പിൾ ആയി ചെയ്യാൻ പറ്റുന്ന ചോദ്യം. 3/4 എങ്ങനെയാണ് നമ്മൾ ഡെസിമൽ ഫോമിലേക്ക് മാറ്റി എഴുതുക? അതിന് നമ്മൾ പഠിച്ച മെത്തേഡ് എന്താ? 3/4 എന്ന് പറയുന്ന നമ്പറിന്റെ ഡിനോമിനേറ്ററിലേക്ക് നോക്കുക. ആ ഡിനോമിനേറ്ററിൽ ആരാ ഉള്ളത്? 4 അല്ലേ ഉള്ളത്. ഡിനോമിനേറ്റർ നമ്മൾ 10ന്റെ പവേഴ്സ് ആക്കി മാറ്റിയാണ് വേണ്ടത്. 10ഓ 100ഓ 1000ഓ അങ്ങനെ മാറ്റാൻ. അങ്ങനെ ഈ താഴെ കിടക്കുന്ന 4നെ 10ന്റെ പവറിലേക്ക് പോകണമെങ്കിൽ നമ്മൾ അതിനൊരു 25 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ. 4 × 25 ചെയ്താൽ 100 ആയില്ലേ. 10 എന്തായാലും നിൽക്കൂലല്ലേ. 4 × 2 8 ആണ്. 4 × 3 ആവുന്ന സമയത്ത് അത് 12 ആയി പോകും. അപ്പൊ 10 കിട്ടൂല. അതുകൊണ്ട് നമ്മൾ 100ലേക്ക് ആക്കി നോക്കിയപ്പോൾ 4 × 25 100 കറക്റ്റാ. അങ്ങനെ 4 × 25 എഴുതി. അങ്ങനെ നമ്മുടെ സൗകര്യത്തിന് എഴുതാൻ പറ്റുമോ? അതേ നമ്പറിനെ ന്യൂമറേറ്ററിലും നമ്മൾ മൾട്ടിപ്പിൾ ചെയ്തില്ലെങ്കിൽ ആൻസർ തെറ്റിപ്പോവും. ഓക്കെ, ഫൈനൽ ആൻസറിലേക്ക് പോയി നോക്കാം. 3 × 25 എന്ന് പറഞ്ഞാൽ 75 ഡിവൈഡഡ് ബൈ താഴെയോ 4 × 25 എന്ന് പറയുന്നത് 100. 75/100 ആൻസർ എത്രയാ? 100. നിങ്ങൾ നോക്കണേ, താഴെ നമ്പർ കണ്ടോ 100. ഇതെങ്ങനെയാണ് ആൻസർ ചെയ്യണ്ടേ? 2 പ്ലേസിലെ 2 0 അല്ലേ ഉള്ളത്. നിങ്ങൾ എന്ത് ചെയ്താൽ മതി? നമ്മുടെ 75ല് 2 പ്ലേസ് മാറ്റിയിട്ട് ഡെസിമൽ കൊടുക്കാം. അപ്പോൾ ഒരു പ്ലേസിൽ 5 ഉണ്ട്, രണ്ടാമത്തെ പ്ലേസിൽ 7 ഉണ്ട്. അത് കഴിഞ്ഞിട്ടാണ് നിങ്ങൾ ഡെസിമൽ ഇടേണ്ടത്. ഇവിടെ ഡെസിമൽ കൊടുത്താൽ മതി. ഇനി ആ ഡെസിമൽ ഒന്ന് കറക്റ്റ് കാണണ്ടേ? നമുക്കൊരു 0 കൂടെ കൊടുത്താൽ നല്ല വൃത്തിയായി കിട്ടും. 0.75 എന്നായിരിക്കും അവിടെ ആൻസർ വരേണ്ടത്. അപ്പോൾ ചെയ്യുന്ന പരിപാടി എങ്ങനെയാ? ഡിനോമിനേറ്ററിനെ 10ന്റെ പവേഴ്സിലേക്ക് മാറ്റുക. എന്നിട്ട് അതിനു വേണ്ടി നിങ്ങൾ ഏത് നമ്പറാണോ മൾട്ടിപ്പിൾ ചെയ്തത് അതേ നമ്പറിനെ ന്യൂമറേറ്ററിൽ മൾട്ടിപ്പിൾ ചെയ്യാം. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കണേ, എന്തായാലും പ്രതീക്ഷിച്ചോണേ. ഇത് ചെയ്താൽ കിട്ടുന്ന ആൻസർ സിമ്പിൾ ആയിട്ട് ആൻസർ കിട്ടി. അപ്പോൾ ഡിനോമിനേറ്റർ നോക്കി നിങ്ങൾക്ക് മാറ്റാൻ അറിയാലോ. 2 0, അപ്പോൾ 2 പ്ലേസ് മാറ്റി ഡെസിമൽ കൊടുത്താൽ മതി. ആൻസർ ക്ലിയർ ആവും. ഓക്കെ, ഇവിടെ ഒരു ചോദ്യം കൂടെ ഉണ്ടല്ലോ. A ക്വസ്റ്റിന് കൂടെ ഒരു B ക്വസ്റ്റിനും കൂടെ അല്ലേ. 3/4 എത്ര 1/10 ഉണ്ട് എന്നാ ചോദിച്ചു. 1/10 എത്ര എണ്ണം ഉണ്ട് എന്ന്. നിങ്ങൾ ഈ ഡെസിമൽ ഫോം കണ്ടോ? ഡെസിമൽ ഫോം ഇതാ 0.75 എന്നാണ്. 3/4 ഡെസിമൽ ആക്കിയാൽ എത്ര? 0.75 ആ. ഇതിന്റെ പ്ലേസ് പറയുന്ന സമയത്ത് നമ്മൾ സാധാരണ ഒരു നമ്പറിന്റെ പ്ലേസ് എങ്ങനെയാ പറയാം? ഞാൻ അതവിടെ കാണിച്ചേ. ഒരു 236.23 ഇങ്ങനെയാണെന്ന് വിചാരിച്ചു. ഇങ്ങനെയാണെങ്കിൽ നമ്മൾ ഇതിന്റെ പ്ലേസ് വാല്യൂ കറക്റ്റ് പറയുമ്പോൾ ഈ ഭാഗം നമുക്ക് എല്ലാവർക്കും അറിയാം. ഇത് ഒറ്റയുടെ സ്ഥാനത്തുള്ള സംഖ്യ എന്ന് പറയൂലേ. യൂണിറ്റ് പ്ലേസ് എന്ന് പറയില്ലേ. ഒറ്റയുടെ സ്ഥാനത്ത് ഇത് 1ന്റെ പ്ലേസ്, വൺസിന്റെ പ്ലേസ്. ഇതോ ഇവിടെ ഉള്ളത് ടെൻസിന്റെ പ്ലേസ്. ഇതാണ് 100ന്റെ പ്ലേസ് അല്ലേ. ഒറ്റ, 10, 100 അങ്ങനെയല്ലേ നമ്മൾ മലയാളത്തിൽ പറയലേ. അതേപോലെ വൺസ്, ടെൻസ്, ഹൺഡ്രഡ്സ് വരുന്ന പ്ലേസ് ഇങ്ങനെ ഇങ്ങോട്ടേക്ക് പോകും. ഡെസിമലിന്റെ ഭാഗം കണ്ടോ, പോയിന്റിന് ശേഷം ഇങ്ങോട്ടേക്ക് വരുന്നത് കണ്ടോ. അവിടെ നമ്മൾ പ്ലേസ് പറയാം എങ്ങനെയാണെന്ന് അറിയോ? ഇവിടെ 1/10 ആണ് ഈ 2 എന്ന് പറയുന്ന ആള്. അത് കഴിഞ്ഞാൽ ഈ 3 എന്ന് പറയുന്ന ആള് 1/100ന്റെ പ്ലേസിലുള്ള ആളാണ്. അപ്പൊ ഡെസിമലിന് ശേഷം പ്ലേസ് വാല്യൂ പറയുന്നത് നോക്കാം. എങ്ങനെയാ പറയുന്നത്? പോയിന്റിന് ശേഷമുള്ള ആദ്യത്തെ ആളില്ലേ, ആ ആദ്യത്തെ ആള് 1/10 വരുന്ന ആളാണ്. അവിടെ എത്ര ആളാണ്? 2 ആളാണ് അവിടെ ഉള്ളത്. അതുകൊണ്ട് അത് 2 × 1/10 വരും. 2 × 1/10 വന്നാൽ 2/10. അങ്ങനെ അത് 0.2 ആയിട്ട് മാറും. റെഡി? ഇനി അടുത്ത ആള് 3 അല്ലേ. 3 എന്ന് പറയുന്നത് ആരെടുത്ത ആള്? 3 എന്ന് പറയുന്നത് 1/100ന്റെ പ്ലേസിലുള്ളത്. അങ്ങനെ അത് 3/100 ആ. 3/100 എന്ന് പറഞ്ഞാൽ 0.03 എന്നായിരിക്കും വരിക. ഇങ്ങനെയാണ് നമ്മൾ അതിന്റെ പ്ലേസ് വാല്യൂ പറയുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ തിരിച്ച് ഈ ചോദ്യത്തിലേക്ക് വാ. ഇവിടെ നിങ്ങൾ പോയിന്റിന് ശേഷമുള്ള 7 ആണ് 1/10 5 ഉള്ളത് എവിടെയാ? 5 1/100ന്റെ പ്ലേസിലാണുള്ളത്. നിങ്ങളോട് ചോദിച്ച ചോദ്യം 3/4 എത്ര 1/10 ഉണ്ട് എന്നല്ലേ ചോദിച്ചത്. നമുക്ക് ആൻസർ കിട്ടിയില്ലേ? എത്രയുള്ളത്? 1/10 പറയുന്നത് 7 എണ്ണമാണ് അവിടെ ഉള്ളത്. ബി ക്വസ്റ്റിന്റെ ആൻസർ 7 ആണ്. ബിയുടെ ആൻസർ വരിക. അപ്പൊ നിങ്ങൾ പ്ലേസ് വാല്യൂ ആ കൊടുക്കുന്ന കാര്യങ്ങൾ ഒന്ന് ഓർത്ത് വെക്കണേ. പോയിന്റിന് ശേഷം നമ്മൾ പറയാ ഒറ്റ, 10, 100 എന്നല്ല. 1/10, 1/100 അങ്ങനെയാണ്. 1/1000 അങ്ങനെയാണ് പ്ലേസ് വാല്യൂ പോകുന്നത്. ഇപ്പുറത്തേക്ക് നമുക്കറിയാം വൺസിന്റെ പ്ലേസ്, ടെൻസ്, 100, 1000, 10,000 അങ്ങനെയല്ലേ പ്ലേസ് വാല്യൂ പറയാറ്. മാറിപ്പോലല്ലോ. ഓക്കെ അല്ലേ? എന്നാ അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ. അടുത്ത ചോദ്യവും ഇങ്ങനെ വരുന്ന ഇതേപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കളിക്കുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻ സ്ഥിരമായിട്ട് വരുന്ന ഒരു ചോദ്യമാണ് ഇത്. റൈറ്റ് ദ ഡെസിമൽ ഫോം ഓഫ് 2/10 പ്ലസ് 3/100 പ്ലസ് 4/1000. അതിന്റെ ഡെസിമൽ ഫോം എഴുതാൻ നേരത്തെ പോലെ ഒരാളല്ല, കുറെ ആൾക്കാരെ പ്ലസ് ആക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ടാണ് നമ്മൾ ഡെസിമൽ ഫോം എഴുതേണ്ടത്. നമുക്ക് നോക്കാം. എ ക്വസ്റ്റ്യൻ പറഞ്ഞ നമ്പർ ഏതൊക്കെയാ? ഒരെണ്ണം 2/10 2/10 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയില്ലേ? 2/10 എന്ന് പറഞ്ഞാൽ എത്രയാ?
0.2 അല്ലേ? ഒരു പ്ലേസ് മാറ്റി പോയിന്റ് കൊടുത്താൽ പോരെ. 10 ഒരു 0, ഒരു പ്ലേസ് മാറ്റി ഡെസിമൽ കൊടുക്കുന്നു, 1 ഒരു 0 അല്ലേ? രണ്ടാമത്തെ ആള് 3/100 ഉണ്ട്. 3/100 ഇതിന്റെ ആൻസർ എന്തായിരിക്കും വരിക? 3/100 100 2 0 രണ്ട് പ്ലേസ് മാറ്റിയിട്ടാണ് ഡെസിമൽ കൊടുക്കേണ്ടത്. അതിൽ 3 എന്ന് പറയുന്നത് ഒരാൾ, രണ്ടാമത്തെ പ്ലേസ് അവിടെ ഇല്ല. അങ്ങനെ ഇല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഒരു 0 വെച്ചിട്ട് ആ പ്ലേസിനെ ഫില്ല് ചെയ്യാം. എന്നിട്ട് രണ്ട് സ്ഥാനം കഴിഞ്ഞിട്ട് പോയിന്റ് കൊടുക്കുക കേട്ടോ. അപ്പൊ ആൻസർ 0.03 എന്നാണ്. അവിടെ 100 കൊണ്ട് 3നെ ഡിവൈഡ് ചെയ്താൽ കിട്ടുക. ഒരെണ്ണം കൂടെ ബാക്കിയുണ്ട്. 4/1000. 4/1000 എന്ന് പറഞ്ഞാൽ 4നെ എത്ര പ്ലേസ് മാറ്റിയിട്ടാ? 4/1000 3 പ്ലേസ് മാറ്റിയിട്ടാണ് ഡെസിമൽ കൊടുക്കേണ്ടത്. ഒന്നാമത്തെ പ്ലേസിൽ 4 ഉണ്ട്, രണ്ടാമത്തെ പ്ലേസിൽ ആളില്ലാത്തതുകൊണ്ട് 0, തേർഡ് പ്ലേസ് ആളിലെ അതും 0 വെച്ച് ഫിൽ ചെയ്തു. അപ്പൊ 3 പ്ലേസ് കഴിഞ്ഞു, ഡെസിമൽ കൊടുത്തു 0.004. ഇനി നിങ്ങളോട് ചോദിച്ചത് ഇതെല്ലാം കൂടെ പ്ലസ് ചെയ്താൽ എത്രയും നല്ലത് ചോദിച്ചേ. ഇതെല്ലാം കൂടെ പ്ലസ് ചെയ്താൽ നിങ്ങൾ ഈ ഭാഗം എല്ലാം കൂടെ ആഡ് ചെയ്താൽ മതി, ആൻസർ കിട്ടും. ഇതൊക്കെ കൂടെ ഒന്ന് ആഡ് ചെയ്ത് നോക്കുക. എങ്ങനെ ആഡ് ചെയ്യാം? ഡെസിമൽ നമ്പർ ആഡ് ചെയ്യുമ്പോൾ ഒരു ഓർഡറിൽ ചെയ്യണേ, അല്ലെങ്കിൽ മാറിപ്പോവേ. 0.2 ഒരാള് 0.2, അടുത്ത ആള് 0.03. പോയിന്റ് ഒരേ ഓർഡറിൽ വെക്കുക. കണ്ടോ, ഇവിടെയും പോയിന്റ് ഒരേ ലെവലിൽ എഴുതുക, ബാക്കി കാര്യങ്ങൾ അങ്ങോട്ടേക്ക് എഴുതുക. അങ്ങനെയാണെങ്കിൽ തെറ്റിപ്പോവില്ല. ലാസ്റ്റ് ആള് 0. കണ്ടോ, പോയിന്റ് ഒരേ ഓർഡറിൽ വെച്ചിട്ട് 0.04. ഇതെല്ലാം കൂടെ പ്ലസ് ചെയ്താൽ എന്താ കിട്ടുക? ഇവിടെ ഒരു 4, ഇവിടെ ഒരു 3, ഇവിടെ ഒരു 2.0. 0.234 എന്നായിരിക്കും അവിടെ ആൻസർ വരിക. 0.234. ഓക്കെ അല്ലേ? എല്ലാവരും കിട്ടിയോ? ആൻസർ കിട്ടിയോ? എല്ലാവർക്കും കണ്ടുപിടിക്കാൻ പറ്റിയോ? ഒരു ചോദ്യം കൂടെ അവിടെ ബാക്കിയുണ്ടല്ലോ. റൈറ്റ് ദ ഫ്രാക്ഷണൽ ഫോം ഓഫ് 0.125. ഇപ്പം നമുക്ക് തന്നതിനെ നേരെ തിരിച്ചു ചോദിക്കുക. ഡെസിമൽ തന്നിട്ട് ഫ്രാക്ഷൻ ചോദിക്കുന്നു, നിങ്ങൾക്ക് ദശാംശം തന്നിട്ട് ഭിന്നസംഖ്യ ചോദിക്കുന്ന രീതിയിൽ ക്വസ്റ്റ്യൻ നേരെ തിരിച്ചെടുക്കുക. അങ്ങനെയാണ് നമ്മൾ ഇത് എങ്ങനെയാ ചെയ്യാം? നേരെ തിരിച്ചു വന്നാൽ നമ്പർ ഏതാ തന്നത്? 0.125. ബി ക്വസ്റ്റ്യൻ ആണ്. 0.125 ഇതിനെ ഫ്രാക്ഷൻ ആക്കാൻ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് അറിയോ? ഭിന്നസംഖ്യ ആക്കാൻ ആ പോയിന്റ് ഇല്ലാതെ 125 എന്ന് എഴുതി വെക്കുക ആദ്യം. അതിനുശേഷം എത്ര പ്ലേസ് ആ നോക്കുക. 1 2 3 പ്ലേസ് കഴിഞ്ഞിട്ടാണ് പോയിന്റ് വന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇത് ഡിവൈഡഡ് ബൈ ഒരു 1 ഇട്ട് വെച്ചിട്ട് എത്ര പ്ലേസ് കഴിഞ്ഞാ? 3 പ്ലേസ് അല്ലേ? അപ്പൊ ഒരു 3 0 കൂടെ കൊടുത്തോ. 1000 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. 125നെ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നിങ്ങൾക്ക് ഇതാ ഈ ആളുടെ ഫ്രാക്ഷണൽ ഫോം ആയിട്ട് കിട്ടും. നിങ്ങൾ ഇവിടുന്ന് അങ്ങോട്ടേക്ക് ആലോചിച്ച് നോക്ക്. നമ്മൾ എങ്ങനെയാ നേരത്തെ പറഞ്ഞേ? ഈ നമ്പർ താഴെ 3 0 ഉള്ളതുകൊണ്ട് നമ്മൾ 3 സ്ഥാനം മാറ്റിയിട്ട് നമ്മൾ ഡെസിമൽ കൊടുക്കും. 0.125 കറക്റ്റ് ആണ്. ഇങ്ങനെ അത് അങ്ങോട്ടും ഇങ്ങോട്ടും എഴുതാൻ നിങ്ങൾ കറക്റ്റ് പഠിച്ചു വെക്കുക. ഒരു ക്വസ്റ്റ്യൻ 2 മാർക്കിന് നല്ല ചാൻസ് ഉള്ളതാണ്. വന്നാൽ ചെയ്യണം, മിസ്സാക്കരുതേ. ഓക്കെ, ഇനി ഇത് ഇനിയും ചെറുതാക്കാൻ പറ്റിയ 125 ഡിവൈഡഡ് ബൈ 1000 ആണ്. നമുക്കതിനെ ചെറുതാക്കി കുഞ്ഞ് ആൻസർ ആക്കാൻ പറ്റും. ഒന്ന് ചെറുതാക്കി നോക്കിയാലോ. 125 ഡിവൈഡഡ് ബൈ 1000 ഏത് നമ്പറോടെ കട്ട് ചെയ്യാം? നമുക്ക് ഏതുകൊണ്ട് കട്ട് ചെയ്യേണ്ടത്? 25 ചെയ്യണോ അല്ലെ 5 ചെയ്യണോ? 5 കൊണ്ട് കട്ട് ചെയ്യാം അല്ലെ? 5 കൊണ്ട് കട്ട് ചെയ്താൽ 10ൽ 2 5 ഉണ്ടാവും. അപ്പോൾ അത് 200 എന്നായി മാറി അല്ലേ? ഇനി ഇവിടെ നിങ്ങൾ 5 കൊണ്ട് കട്ട് ചെയ്താൽ 1ൽ പോവില്ല, 2ൽ 2 കൂടെ വരുമ്പോൾ 12 ആയില്ലേ? 12ൽ 2 5 10, ബാക്കി ഒരു 2 ഉണ്ട്. അപ്പോൾ അത് 25 എന്ന് വായിക്കുക. ഇങ്ങനെ വരും. ഇനി 25ഉം 200 ആയിട്ട് മാറി. ഇനി ഇവിടെ തന്നെ ആൻസർ കിട്ടും. നേരെ പറയട്ടെ, 25 ഒരു 25 200ൽ എത്ര 25 ഉണ്ട്? 4 എണ്ണം വെച്ചാൽ 100 ആയി. അപ്പൊ 8 എണ്ണം വെച്ചാൽ 200 ആയില്ലേ? 1/8 ആയിരിക്കും ആൻസർ കേട്ടോ. ഇത് ചെറുതാക്കിയാൽ 1/8 എന്നാണ് അതിന്റെ ഏറ്റവും ചെറിയ ഫോം. അതും കൂടെ ചെയ്ത് പഠിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ വെരി ഇമ്പോർട്ടൻറ്റ്. ഈ ചാപ്റ്ററിന് എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യം. ഇത് നോക്കണേ. നിങ്ങൾ ചെയ്യേണ്ടത് ഈ സോൾവ് ചെയ്യുക. ഈ കാണുന്നതെല്ലാം നിങ്ങൾ സോൾവ് ചെയ്ത് ഡെസിമൽ ഫോം ആക്കി ആൻസർ പറഞ്ഞു കൊടുക്കുകയാണ് വേണ്ടത്. ഫസ്റ്റ് വൺ 0.1111 ഇതിങ്ങനെ പോവാണ്. 1111 എക്സെട്ര ആണ്. ബാക്കി ഇത് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവാണ്. അതേപോലെ 0.22222 എന്ന് പറഞ്ഞ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നു. ഇത് ആഡ് ചെയ്താൽ എത്രയെന്നാണ് ചോദിക്കുന്നത്. നിങ്ങൾക്ക് അറിയാൻ വേണ്ടി ഒരു കാര്യം പറഞ്ഞു തന്നേക്കാം. നമ്മൾ ഓൾറെഡി ഈ ചാപ്റ്ററിൽ പഠിക്കുന്ന ഒരു പോയിന്റ് ആണ്. എ ക്വസ്റ്റിന്റെ ആൻസർ ആണ് പറയുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ അവിടുത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ ആൻസർ ആണ് പറയുന്നത്. യെസ്. എങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്? 1/9 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന ഒരു പരിപാടി നമ്മൾ ഈ ഒരു സെക്ഷൻ പഠിച്ചപ്പോഴാണ് ഇങ്ങനെ 0.1111 ഇങ്ങനെ ആൻസർ വന്നില്ലായിരുന്നോ? 1/9ന്റെ ആൻസർ ആണ് മക്കളെ 0.111 ഇങ്ങനെ പോകും. ഇനി 2/9 ആണെങ്കിൽ അതിന്റെ ആൻസർ എന്താണെന്നറിയോ? 0.2222 ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോയിക്കൊണ്ടിരിക്കും. ബാക്കി നിങ്ങൾ ആലോചിച്ച് നോക്ക്. 3/9 ആണെങ്കിലോ 0.333 അങ്ങനെ പോകും. ഇനി 4/9 ആണെങ്കിൽ അതന്നെ പരിപാടി 0.444444 കണ്ടിന്യൂ ചെയ്ത് പോകുക.
പോവുക. അതൊന്ന് ഓർത്ത് വെക്കുക. ഇനി തിരിച്ചിങ്ങോട്ട് വന്നോ, നമുക്ക് ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ എത്രയെന്നാണ് ചോദിച്ചത്. 0.1111 എന്ന് പറഞ്ഞാൽ 1/9 ആണ്, ഇത്രയും പറഞ്ഞാൽ 2/9 ആണ്. അങ്ങനെയാണെങ്കിൽ രണ്ടും കൂടെ ആഡ് ചെയ്താൽ എന്താ വരിക, 1/9 പ്ലസ് 2/9 എന്ന് വരും. ഡിനോമിനേറ്റർ സെയിം ആയതുകൊണ്ട് 9 അങ്ങനെ തന്നെ എഴുതി വെക്കുക. 1ഉം 2ഉം കൂടെ 3, അങ്ങനെ അത് 3/9 ആയി. 3/9 എന്ന് പറഞ്ഞാൽ ആരാ, 3/9 എന്ന് പറഞ്ഞാൽ 0.333 എക്സെട്ര. ഇതായിരിക്കും ആൻസർ. ഒന്നാമത്തെ ക്വസ്റ്റിന് ആൻസർ കിട്ടി. 1 അല്ല 0.111ഉം അതേപോലെ 0.2222 എക്സെട്ര ഉണ്ട്. അത് ആഡ് ചെയ്താൽ ആൻസർ വരുന്നത് എന്താ, 0.33333 എക്സെട്ര എന്ന് വരുന്നു. എങ്ങനെയാ വന്നെന്ന് കണ്ടല്ലോ. ഈ ഒരു കാര്യം ഓർത്ത് വെച്ചാൽ മതി. 1/9ഉം 2/9ഉം എങ്ങനെയാണ് മാറ്റി എഴുതുന്നത്, അത് വെച്ചിട്ടാണ് നമ്മൾ ആൻസറിലേക്ക് പോകുന്നത്. ഇനി ബാക്കി വേഗം ചെയ്തു നോക്കിയാലോ. അടുത്ത ക്വസ്റ്റ്യൻ പറഞ്ഞു നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, എന്താ നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ പറഞ്ഞേ. നെക്സ്റ്റ് ക്വസ്റ്റ്യനും ഇതേപോലെ തന്നെയാണ്. 0.333യും അതേപോലെ എന്താ 0.777 എക്സെട്ര ഇങ്ങനെയാണ് പോകുന്നത്. നമുക്കത് രണ്ടും കൂടെ പ്ലസ് ചെയ്തിട്ട് അതാണ് നിങ്ങൾ കണക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണ്ട ആൻസറിലേക്ക് മാറ്റി വെക്കുക. ഓക്കെ, പറഞ്ഞു നോക്കട്ടെ ഏതൊക്കെ നമുക്ക് ഇനി ആൻസർ വരേണ്ടത്. ഇവിടെ ആഡ് ചെയ്താൽ ഒറ്റ സെക്കൻഡ് ഇങ്ങോട്ടേക്ക് മാറ്റാം. രണ്ടാമത്തെ ആൻസർ 0.333 എക്സെട്ര. അതിന്റെ ആൻസർ എത്രയാ, 3/9 ആണ് അല്ലേ. ഇനി അത് കഴിഞ്ഞാലോ 0.777 എക്സെട്ര. അതിന്റെ ആൻസർ എത്രയാ, 7/9 ആണ് അത് വരേണ്ടത്. ഇനി നിങ്ങൾ ഇത് ആഡ് ചെയ്താൽ എന്താ ആഡ് ചെയ്താൽ കിട്ടുക, ഇത് രണ്ടും കൂടെ നിങ്ങൾ ആഡ് ചെയ്താൽ 3/9 പ്ലസ് 7/9 എന്ന് വരും. ആഡ് ചെയ്താൽ 10/9 ഉണ്ടാവും. നിങ്ങൾക്ക് ഇതിന്റെ ആൻസർ എന്താ വരിക എന്നറിയോ, 10/9. ഇതിന്റെ ആൻസർ വരിക 1.111 എക്സെട്ര ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. 1.11. നിങ്ങൾ സംശയം ഉണ്ടെങ്കിലേ എടാ നമ്മൾ സാധാരണ ഡിവൈഡ് ചെയ്യാറില്ലേ, അതും കൂടെ ഒന്ന് ഓർത്ത് വെച്ചേക്കണം കേട്ടോ. 10/9 നമ്മൾ എങ്ങനെയാ സാധാരണ ചെയ്യുക, ഒരു 9 അപ്പോൾ ഇവിടെ മൈനസ് ചെയ്താൽ 1, ഇവിടെ 10, വീണ്ടും ഇത് 9, മൈനസ് ചെയ്താൽ 1, 10, പിന്നെയും 1. ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോയിക്കൊണ്ടിരിക്കും. നമ്മളതല്ലാതെ നമ്മൾ ഈ ചാപ്റ്ററിൽ ഇതെങ്ങനെ നമ്മൾ പഠിച്ചിരുന്നത്, ക്ലോസർ ആൻഡ് ക്ലോസർ എന്ന് പറഞ്ഞാൽ അത് അങ്ങോട്ടേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു എന്നുള്ള രീതിയിൽ നമ്മൾ അവർ കറക്റ്റ് ആയിട്ട് അത് ചെയ്ത് കണ്ടുപിടിച്ചില്ലായിരുന്നോ, ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പൊ 10/9 എന്ന് പറഞ്ഞ ആൻസർ അങ്ങോട്ടാണ് വരുന്നത് 1.11111 എക്സെട്ര ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോയിക്കൊണ്ടിരിക്കും. തേർഡ് ക്വസ്റ്റ്യൻ, തേർഡ് വണ്ണിൽ ഏതാ കാണാൻ പറയുന്നത്, 0.3333 ഇൻറ്റു ആണ്. ഇനി പ്ലസ് മാറിക്കുന്നത്. അതേപോലെ 0.666 ആ നമ്പർ കൂടെ തമ്മിൽ മൾട്ടിപ്പിൾ ആണ് ചെയ്യുന്നത്. മൾട്ടിപ്പിൾ ചെയ്യുകയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. 0.333 അതിന്റെ വാല്യൂ എത്രയാ, 0.333 എക്സെട്ര. 333ൽ നിർത്തരുതേ, നിർത്തിയാൽ അത് 333/1000 ആയി പോകും. ഇതങ്ങനെയല്ലേ, ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റൂല. അത് ഇതിന്റെ ആൻസർ എന്താ വരിക, ആൻസർ ഇത് 3/9 ആണ്. ഇനി 0.666 ഇങ്ങനെ പോയാൽ അതിന്റെ ആൻസർ 6/9 ആണ്. ഇത് രണ്ടും കൂടിയാണ് നമുക്ക് മൾട്ടിപ്പിൾ ചെയ്യേണ്ടത്. 3/9 ഇൻറ്റു 6/9 ചെയ്ത് നോക്കാം അല്ലേ. 3/9 ഇൻറ്റു 6/9 എത്ര നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുമോ അത്രയും മുന്നോട്ട് പോയി നോക്കാം. ഈ 3യും ഈ 9ഉം കൂടെ കട്ട് ചെയ്താൽ 133, 3 × 3 9. അപ്പോൾ 1/3 ആയിട്ട് ചെറുതായേ. ഇനി ഇവിടെയുള്ള 6ൽ 2 3s are 6, 3 3s are 9 ഒന്നും കൂടെ ചെറുതാക്കി. ഇനി ബാക്കി ന്യൂമറേറ്ററിൽ 1 × 2 2 ആണ്, താഴെ 3 × 3 9, 2/9 എന്ന് വരും. 2/9 എന്ന് പറഞ്ഞാൽ ആരാ, 0.222 എക്സെട്ര. എങ്ങനെയുണ്ട് ആൻസർ? ആദ്യം നമ്മൾ ആ സ്റ്റെപ്പ് ചെയ്യുക, അത് കഴിഞ്ഞിട്ട് അതിനൊന്ന് മാറ്റി വെക്കുക. 2/9 എന്ന് കിട്ടിയാൽ നമുക്കറിയാലോ ഡിനോമിനേറ്ററിൽ 9 അല്ലേ, അപ്പോൾ അത് 0.2222 എന്ന് പറഞ്ഞാൽ അതങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോയിക്കോളും. ബാക്കി നിങ്ങളെ കറക്റ്റ് ആൻസറുമായി കിട്ടി. നമുക്ക് വേണ്ട ആൻസറിലേക്ക് തന്നെ നമ്മൾ എത്തി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 0.3333 അങ്ങനെ പോകുന്നുണ്ട്. ബാക്കി അതിൽ ചോദിക്കുന്നത് എത്രയാണ്, അതിനൊരു ഓൾ സ്ക്വയർ ഇട്ട് വെച്ചിരിക്കുന്നത്. 0.3333 ഓൾ സ്ക്വയർ ചെയ്ത് നോക്കാം അല്ലേ, നല്ല ചോദ്യം. നോക്കാം 0. ഇപ്പൊ എത്രാമത്തെ, നാലാമത്തെ അല്ലായിരുന്നോ, 0.333 എക്സെട്ര ഓൾ സ്ക്വയർ. 0.333 എത്രയാ, 3/9 ആണ്. ആ 3/9 ആണ് നിങ്ങൾ സ്ക്വയർ കൊടുക്കാൻ പോകുന്നത്. 3/9 ഇപ്പൊ എങ്ങനെയാ സ്ക്വയർ എടുക്കുക, 3യും 9ഉം നിങ്ങൾക്ക് ചെറുതാക്കാൻ പറ്റുമല്ലോ. ഈ 3യും 9ഉം കൂടെ ചെറുതാക്കിയാൽ എന്താ വരിക, 1/3 എന്നാവും. ആ 1/3യുടെ സ്ക്വയർ ആണ് വേണ്ടത്. 1/3യുടെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1ന്റെ സ്ക്വയർ 1, താഴെയുള്ള 3യുടെ സ്ക്വയർ 9, 1/9. 1/9 എന്ന് പറഞ്ഞാൽ എത്രയാ, 0.111 എക്സെട്ര എന്ന് കിട്ടും. 1/9 ആയതുകൊണ്ടാണ് അങ്ങനെ മാറ്റിയത്. 0.111 അതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോയിക്കൊണ്ടിരിക്കും. ക്ലിയർ ആവുന്നുണ്ടോ? സംഭവം സിമ്പിൾ അല്ലേ പരിപാടി. ഇത് 4 മാർക്കിനൊക്കെ ചോദിച്ചാലും കേട്ടോ. സംഭവം സിമ്പിൾ ആണെങ്കിലും ഈ ചോദ്യങ്ങൾ എപ്പോഴും വരുന്ന ടൈപ്പ് ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ ചാപ്റ്ററിലെ. ലാസ്റ്റ് ഒന്നും കൂടെ ബാക്കിയുണ്ട്. 5th one 0.0.4444 എക്സെട്ര എന്ന് പറഞ്ഞു പോവാണ്. റൂട്ട് ഉണ്ട്, അതിന്റെ മുന്നിൽ ഒരു സ്ക്വയർ റൂട്ട് വെച്ചിട്ടുണ്ട്. ഇനി അതെങ്ങനെയാണ് ചെയ്യാൻ നമുക്ക് ഇവിടെ തന്നെ ചെയ്ത് നോക്കാം.
ഇതിന്റെ വാല്യൂ ആദ്യം മാറ്റി എഴുതല്ലേ റൂട്ട് ഓഫ് 0.4444 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 4/9 ആണ്. നമ്മൾ അതിന് പകരം 4/9 എഴുതിയാൽ പോരെ. ഇനി 4/9 റൂട്ട് എടുത്താൽ മതി. 4/9 റൂട്ട് എടുക്കുമ്പോൾ √4 എന്ന് പറഞ്ഞാൽ ഇത് 4/9 റൂട്ട് എടുത്താൽ √4 എടുക്കണം, √9 എടുക്കണം, രണ്ടാക്കും റൂട്ട് കൊടുക്കണം. √4 എന്ന് പറഞ്ഞാൽ 2 അല്ലേ. അപ്പൊ √9 എന്ന് പറഞ്ഞാൽ 3 അല്ലേ. 2/3 എന്ന് നിങ്ങൾക്ക് ആൻസർ വരും. 2/3 എത്രയാ വന്നത് നോക്ക്. ആൻസർ വന്നത് 2/3. ക്ലിയർ അല്ലേ? പ്രശ്നമുണ്ടോ? 2/3. ഇനി നിങ്ങൾക്ക് ഇത് 9ലേക്ക് ഒന്ന് മാറ്റണമെങ്കിൽ എന്ത് ചെയ്യാം? നിങ്ങൾ താഴെ ഒരു *3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അതേപോലെ ഈ ന്യൂമറേറ്ററിൽ ഒരു *3 ചെയ്യാം. രണ്ട് ഭാഗത്ത് ഒരേപോലെ ചെയ്താൽ എന്തായിട്ട് മാറും? 2 × 3 6 ആവും. താഴെ 3 × 3 9 ആവും. അങ്ങനെ ഇത് 6/9 ആയി. 6/9 ആയാൽ എന്താ ഉപകാരം? ഡിനോമിനേറ്ററിൽ 9 ആയാൽ നമുക്കത് എളുപ്പത്തിൽ എഴുതാൻ പറ്റും. 0.6666 ഇങ്ങനെ എക്സെട്ര. ഇതായിരിക്കും അവസാന ആൻസർ വരിക. അതിനുവേണ്ടി 3 ഡിനോമിനേറ്ററിനെ 9 മൾട്ടിപ്ലൈ ആക്കി നോക്കിയതാ കേട്ടോ. 9ലേക്ക് മാറ്റിയെടുത്താൽ ബാക്കി നമുക്ക് ആൻസർ ചെയ്യാൻ എളുപ്പമാണ്. 6/9. ഓക്കെ അല്ലേ? ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾ നല്ലതുപോലെ ചെയ്ത് പഠിക്കുക. ഇവിടെ നിന്ന് ഒരു ചോദ്യം നിങ്ങൾക്ക് എന്തായാലും എക്സാമിന് വരും. അപ്പൊ നിങ്ങൾ സൂപ്പറായിട്ട് ചെയ്യുക, നല്ല മാർക്കോട് കൂടെ പാസ് ആവുക. ഓക്കെ അല്ലേ? A+ വാങ്ങട്ടോ. അടിപൊളി. ഓക്കെ.